ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിതാ വർക്കിന് പോകണം കോട്ടയം കഴിഞ്ഞ് ഇതൊരു സ്ഥലത്താണ്. അപ്പം വണ്ടിയിൽ സ്ഥലമുണ്ട്, അപ്പോൾ ഞാൻ വെറുതെ കയറിയിരുന്നതാണ്. പക്ഷേ എനിക്ക് പണി കിട്ടി ഗൈസ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തും ഒന്ന് ഉറങ്ങി വന്നപ്പോഴേക്കും എന്താ ഡ്രസ്സ് വാങ്ങിക്കണമെന്ന് ഇവന്മാർ വണ്ടി നിർത്തിയിട്ടേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ നിതംബത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറച്ച് നേരം എനിക്ക് നടന്ന് വന്നപ്പോഴേക്കും എന്താ കുറച്ച് ഡ്രസ്സൊക്കെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്നൊരു 3 ടീഷർട്ട് എടുത്തു. ഇത് ഞാൻ എന്താ എൻ്റെ അമ്മയുടെ സാരി വെട്ടി തയ്ച്ചുണ്ടാക്കിയ ചുരിദാറാണ് ഗൈസ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ചുരിദാർ ഇടുന്നത്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പർച്ചേസ് ചെയ്ത് വീണ്ടും വണ്ടിയിൽ കയറി. കുറച്ച് നേരത്തേക്ക് നല്ല മഴയായിരുന്നു ഗൈസ്. പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മഴയൊന്നും നോക്കിയില്ല. ഞങ്ങൾ വേഗം നിന്ന് അടുത്തുള്ള ബേക്കറി കയറി 3 ചിക്കൻ സാൻഡ്വിച്ച് വെച്ചു. പിന്നെ ഞാൻ അവരെ പറ്റി അതിൻ്റെ ഇടയിൽ കൊണ്ടൊരു കോഴിക്കറ്റയും കൂടി കഴിച്ചു. കയറുന്ന കഴിക്ക് ഞാൻ 2 ചീറ്റോസും കൂടി എക്സ്ട്രാ വാങ്ങിച്ചു കേട്ടോ. പിന്നെ കോളേജിലാണ് കേട്ടോ ഇന്ന് വർക്ക്. അപ്പം ഏകദേശം കോളേജ് എത്താറായപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയത്. അപ്പം അത് കഴിഞ്ഞ് നേരെ ക്യാമ്പസിലേക്ക് കയറി. ഇവിടെ വന്നിപ്പുണ്ട് കുട്ടി. കോളേജിന്റെ ക്യാമ്പസിലേക്ക് കിടന്നു. ഇത് കോളേജാണ് ഇവിടെ നിർത്തിയാണ്. അതാണ് സ്റ്റേജ്. ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അഭിനയിക്കൂ. അഡ്വൈസ് ഫ്രം മൈ ഫ്രണ്ട്. യൂട്യൂബിൽ ഇങ്ങനെ എടുക്കണം. ഞാൻ നാട്ടിക്കും. വേണം കഴിച്ചോ. നമ്മളുടെ പോസ്റ്റാണ് ഗൈസ്. ഇനി നമുക്ക് എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന ഒരു ഐഡിയ ഇല്ല. ഞാൻ കുറച്ച് കഴിക്കട്ടെ, ഇല്ലെങ്കിൽ അവൻ തീർക്കും. അങ്ങനെ എന്താ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇവൻ വന്നു. ഇവൻ സൗണ്ടിൻ്റെ ആരമാണ് കേട്ടോ. മുന്നേ പരിചയമുള്ളൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗറാന്നുള്ള കാര്യം മറന്നു. ഇത്രയും സെറ്റ് ചെയ്ത് ഞാനാണ്, പക്ഷെ ഞാൻ എടുത്തില്ല. പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നുള്ള സെറ്റിങ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ സെറ്റ് ചെയ്യണം. കുറേ വയറും കെട്ടും പുള്ളിയൊക്കെ ഉണ്ട്. ഇതവൻ്റെ പുതിയ ടീഷർട്ട് കുറേ എണ്ണം വാങ്ങി. ഇപ്പം ഇതാണ് ഇട്ടേക്കുന്നത് പുതിയ ടീഷർട്ട്. ഞാൻ ഇടുവേടാ. മറ്റേ സാധനം ഉണ്ടെങ്കിലുണ്ടോ ഇയാള് മറ്റേ നമ്മുടെ അല്ല മറ്റേ നമ്മത് മാഹി പോയി എൻ്റെ അടുത്ത് കപ്പലിൻ്റെ കണ്ണി അടിച്ചിരിക്കും. അതെ അതില്ല എൻ്റെ ഡയലോഗ് ഉണ്ട്. എന്നാ ശരി, പിന്നെ കാണാം. ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കും. ബിക്കോസ് ഞാൻ വരുന്ന ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പീരിയഡ്സ് ആയി ഗൈസ്. എനിക്ക് വാഷ്റൂം കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ അതാ എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. സെറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. കാരണം ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് പീരീഡായി. അങ്ങനെ ഞാൻ തിരിച്ച് പോവാണ്. നല്ല ബോറാണ് ഗൈസ്, ഭയങ്കര സീനാണ്. ഗേൾസ് ഇല്ലാത്ത കോളേജാണ്. ഗേൾസ് ഉണ്ട് പക്ഷെ 1-2 ഇവൻ ഗേൾസിനെ മാത്രം കാണാം. എന്ത് ഈ 2 സ്വിഫ്റ്റിന്റെ
ഓക്കെ. തുടങ്ങി ഗൈസ്, ഇതെല്ലാം പരിചയപ്പെടാൻ വന്നിക്കുന്നുണ്ട്. പ്രാക്ടീസ് സെക്ഷൻ. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റുഡൻസിനോടൊക്കെ കയറി വരാൻ പറയുവാണ്. അപ്പം ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിൽക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വഴിയിൽ വെച്ച് ഞാൻ പീരീഡായി. അപ്പോൾ എനിക്ക് നല്ല ബാക്ക് പെയിനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറിൽ പോയി റെസ്റ്റ് എടുക്കും. ജസ്റ്റ് ഒരു ഇവരുടെ കുറച്ച് ഭാഗം അങ്ങനെ തുടങ്ങുന്നതിൻ്റെ എടുത്തിട്ട് കാറിൽ പോകും. ഗൈസ് ഭയങ്കര ചൂടാണ് ഗൈസ്, എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. വണ്ടി ഓണാക്കണമെന്ന് വിചാരിച്ച് ഞാൻ പുതുതായി മേടിച്ച എൻ്റെ ഇലക്ട്രിക് ഫാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഇരിക്കുന്നത്. ഭയങ്കര ചൂട്, ഭയങ്കര ചൂട്. ഞാനൊരു ഉറക്കം കഴിഞ്ഞിട്ടിരിക്കുവാണ്. എനിക്ക് അവിടെ പോവാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര എടുക്കും. എങ്ങനെയുണ്ടായിരുന്നു പരിപാടി കഴിഞ്ഞ് കഴിച്ച് ഞങ്ങളെല്ലാവരും ക്ഷീണിതരാണ്. ജോലി നല്ല ക്ഷീണത്തിലാണ്. They like our program. That was awesome. Oh, Awesome. is it? Awesome bro, awesome. റിവ്യൂ ചെയ്തത് എല്ലാവരും. പ്രോഗ്രാം പൊളിയായിരുന്നു എന്നാ പറയണേ. പോയിട്ടാണ് ഈ റിവ്യൂ ചെയ്തത് എല്ലായിടത്തും. ഹൗ വാസ് ദ പ്രോഗ്രാം? വീഡിയോ കിട്ടിട്ടാ ചത്താനി പ്രോഗ്രാം. എന്തിട്ട് മറ്റേ ചെക്ക് ചെയ്യണതില്ലേ കട്ട 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 ഷീറ്റ് കിടന്ന് ഇരുമ്പ് കിട്ടിട്ടേ എന്തൊക്കെയാ പറയുന്നത്. മാനേജർ അന്നല്ലേ അടിക്കും പരിപാടി. ഉറങ്ങാൻ പോയി മാനേജർ പരിപാടി നോക്കിയെന്നോ. ഞാൻ രാവിലെ 6:30 എണീറ്റതാ. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. നിങ്ങൾ ഉറങ്ങാതിരുന്നപ്പോ ഞാനും ഉറങ്ങിയിട്ടില്ല. നിങ്ങളുടെ പ്രോഗ്രാം ബുക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കാണുന്ന നമ്പറിൽ പറയൂ. യൂട്യൂബ് ചാനൽ എടുക്കുക. അനഘ പുതൂർരാജ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് കിട്ടും. അത് ഫോളോ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, അതിന്റെ ബെൽ ബൈക്കൺ ടിൻറ്റിഞ്ഞാക്ക. അത് കഴിഞ്ഞിട്ട് കമന്റ് ഇടാം എല്ലാ വീഡിയോക്കും. ചേച്ചിയുടെ മുട്ട അടിച്ച വീഡിയോ ഇന്ന് വരുന്നത് അതിട്ട് കഴിയുമ്പോൾ റിപ്ലൈ വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺടാക്ട് നമ്പർ കിട്ടും. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഗ്രാം എടുക്കാം. നമ്പറിൽ മുട്ട സ്ക്രീൻഷോട്ട് ചെയ്തതിന്റെ, സബ്സ്ക്രൈബ് ചെയ്തതിന്റെ, ലൈക്ക് അടിച്ചതിന്റെ, ബെൽ ബട്ടൺ ഞെക്കിയതിന്റെയും സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പ് നമ്പറിൽ മുട്ട എന്ന് പറഞ്ഞിട്ട് ഇടാം. അപ്പൊ ഞങ്ങളത് ഓക്കെ ആണെങ്കിൽ നമ്പർ അയച്ചു തരും. പ്രോഗ്രാം ബുക്ക് ചെയ്യാനുള്ള നമ്പർ രണ്ടും രണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രോഗ്രാം ബുക്ക് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരും. വി വിൽ കം ദേർ. ഓക്കെ, ഇനി ശരിക്കും എന്താണെന്ന് പറയും. എന്നെ ബുക്ക് ചെയ്യാനായിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമില് ഒന്നല്ല മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ഒരു ഹായ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ കോട്ടൺ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അയച്ചു തരും. പിന്നെ ബുക്ക് ചെയ്യണേ ബുക്ക് ചെയ്യാം. പരിപാടി നല്ല ഉഷാറായിരിക്കും. എൻ്റെ വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇതെന്താ പറഞ്ഞ എന്നെ ബുക്ക് ചെയ്യാനായിട്ടെന്ന്. നിന്നെ ബുക്ക് ചെയ്യാൻ വേണ്ട, നിന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടത്. നമ്മളപ്പോൾ പ്ലാൻ മാറ്റി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ലുലുവിൽ പോയെന്ന് പറഞ്ഞില്ലേ, അപ്പം ഒന്നുകൂടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ലുലുവിലും കൂടെ ഒന്ന് പോയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. അപ്പം ഞങ്ങൾ ബാക്കി വ്ലോഗ് അവിടെ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വീണ്ടും ലുലു മോളിൽ പോവാണ്. ലുലുമലക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാ പോണേ ശരിക്കും? വെറുതെ പോവാൻ തോന്നോ? അനുവിന്റെ വക എന്ത്
അനുവിന്റെ വക വാള് ഞങ്ങൾക്ക് മേടിച്ചത് അത്ര നല്ലത്. മെഗാ സെയിലുണ്ട് ഗൈസ് ലുലുവില്. മെഗാ സെയിൽ ഞങ്ങൾക്ക് സ്റ്റാർബക്സിൽ വാങ്ങുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടിയിൽ കാക്കപ്പിട്ടു. കാക്കല്ല അതിനൊപ്പിട്ടു. വണ്ടി തൂറി എന്തോടാ മാരിയറ്റ്. നമ്മളൊന്ന് മാരിയറ്റില് റൂം എടുക്കാൻ പോണം. ഞങ്ങൾ മേരില്ല വർക്കിന് വേണ്ടി. അല്ല അനിയ അവരൊക്കെ മാരിയറ്റില് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ തൃശ്ശൂര് മാരിയല്ല വർക്കിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ആരെങ്കിലും ചോദിച്ചാ ഇവിടെ ചവിട്ടി ഇറക്കി ഓടിക്കേ. നോട്ടീസ് ഞാൻ എനിക്ക് പിന്നെ അല്ലെങ്കിൽ ശരി ആള് കഴിയുന്നത് പോയി. 10 മിനിറ്റിന്റെ വ്ളോഗ് ഞാൻ പ്രോഗ്രാമിന് പോയി വന്ന് 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കണോ? കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്ക. ജോയിലിന്റെ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കാണ് ഗൈസ്. സത്യം പറയല്ലോ, എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് വലിയ ഐഡിയൊന്നുമില്ല. ഇവര് ചുമ്മാ നടക്കുവാണ്. ലാപ്ടോപ്പ് എടുക്കാനാണ് നമ്മൾ ലുലു മാളിലേക്ക് വന്നിരിക്കുന്നത് ഗൈസ്. ജോയൽ കണ്ടന്റ് തരികയാണ് ഗൈസ്. എക്സൽ ബ്യൂട്ടി വൽക്കണ്ണാടി എന്തൊക്കെ കാണും എന്റെ ഭഗവാനെ. He's always busy as usual. ID കാർഡ് മതിയാവും. ഗൈസ് ഞങ്ങൾ കുറെ നേരം അതുനെ ഫോളോ ചെയ്ത് നടക്കുന്നത്. കുറെ നേരെ അത് കാരണം നമ്മളിപ്പോ നൈസായിട്ട് മുങ്ങാം. ഇപ്പൊ അത് ഞങ്ങളെ പുറകെ വരുന്ന കാണാം. പോയാ വരുന്നടാ കേക്കുന്നുണ്ടാവോ? കോപ്പി റൈറ്റ് ആക്കി കേട്ടോ. ഞങ്ങളിന്ന് സീറോ ഗ്രാവിറ്റിയിൽ കയറാൻ പോവാം. നോ ജോയൽ CJ സോറി ജോയൽ PJ കയറാൻ പോവാണ്. എടാ ഇവിടെ ഉണ്ടാ അമലപ്പോളിനെ കണ്ടത്? ആ ഗ്രില്ലക്സില്ലേ അതില് അവിടെ അമലപ്പോളിനെ കണ്ടത്. ഇവനാണ് എന്നെ കൊണ്ട് പറഞ്ഞു ഓരോന്ന് എടുപ്പിക്കുന്നത്. നൈറ്റാണ് ഇവിടെ കൂടുതൽ ഭംഗി കാണാൻ. ഇത് ഗ്രാവിറ്റിയിൽ ആരോ കയറാൻ പോവാണ്. സീറോ ഗ്രാവിറ്റിയിൽ ആരോ കയറാൻ പോവാണ്. അവര് വരുമ്പോ അവരുടെ ഫേസ് റിയാക്ഷൻ എടുക്കാം നമുക്ക്. ഇനി അവരുടെ റിയാക്ഷൻ നമുക്ക് എടുക്കാം. വേഗം വാ ചേട്ടന്മാരെ, വേഗം വാ. അത് നോക്കി ഇവിടെ കുറെ ആൾക്കാർ നിപ്പുണ്ട് കേട്ടോ. ഇനി അവിടെ അവരുടെ ഇത് സൗണ്ട് കേട്ട് കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അലറി വിളിച്ചിട്ടാണ് വരുന്നത്. തലേന്ന് ഇറങ്ങുമായിരിക്കും അല്ലേ?
കാറ്റ് കാറ്റേ 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 ഇത് കറങ്ങുന്ന കാരണം ഞങ്ങൾക്ക് കാറ്റ് കിട്ടുന്നുണ്ട്. അവള് വീണ്ടും എത്തിയിട്ടുണ്ട്. അവള് പേടിച്ചടാ. ഇവരെന്തിനാണ് എന്നെ നടത്തുന്നത് എനിക്കറിയില്ല ഗൈസ്. ഞാൻ പോസ്റ്റാണ്, പിജയാണ് എല്ലാത്തിനും കാരണം. സർജറി ചെയ്യാനാണ് വന്നത്, പക്ഷെ അവിടെ ഫുള്ളാണ്. ഇനിയിപ്പോൾ അവരുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം. ഗൈസ്, ഞാനിത് ഉദ്ദേശിച്ചത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാമെന്നാണ്, പക്ഷെ നടക്കില്ല. ഇതൊരു ഡേ ഇൻ അല്ല, ഒരു നൈറ്റിൽ ലുലു ആയിപ്പോകും മിക്കവാറും. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ ഹോം വീട്ടിലൊക്കെ വയ്ക്കാനുള്ള ഇങ്ങനത്തെ സാധനങ്ങൾ എപ്പോഴും അടിപൊളിയായിരിക്കും കാണാനല്ലേ. ഗൈസ്, ജോയിൽ പറയാണ് ബോഡി മസാജ് ഇവിടെ ഉണ്ടെന്ന്. ജോയിൽ നാറി. ശശി ഓഫ് ദി ഡേ ജോയിൽ. ശശി ഓഫ് ദി ഡേ അവാർഡ് ഗോസ് ടു ജോയിൽ. നമുക്ക് ഈ ടെസ്റ്റർ മോട്ടിലെടുത്തൊക്കെ വരില്ല. ഈ മീൻ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ച തീറ്റാന്നുള്ള വിചാരേ ഉള്ളൂ. ആർക്ക്? അമ്മമ്മ. അതല്ല വേറെ അമ്മമ്മ. മനസ്സിലായി. ഒരു മോനും പറവൂരുള്ളതാ. അമ്മാമ്മയുടെ കൊച്ചുമേൻ അമ്മൂമ്മയുടെ കൊച്ചുമോൻ. മീനാ മീൻ. ഇത് ഈ മീൻ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ ആ മീനെ നോക്കി നിൽക്കുമ്പോൾ ഇവൻ ഈ മീനെ നോക്കുന്നു. ലെമൺ മിന്റ് ബേസിക് സീഡ് ജ്യൂസ്. ഇത് ഇഷ്ടമായിട്ടാണ്. We are going back to home. നമുക്ക് ശരിക്കും വയ്യ കേട്ടോ. ഞാൻ വയ്യ പോവാണ് ഞങ്ങളെ വീട്ടിൽ. ഞാൻ ഈ വ്ളോഗ് എൻ്റെ ചെയ്യാണ് ഗൈസ്. ഞങ്ങൾ ഭയങ്കര ടയേർഡായി. ഇപ്പം സമയം എത്രയായി? 11:15 എത്തിയപ്പോൾ ഒരാൾ ബാക്കിൽ കിടന്ന് ഭയങ്കര ഉറക്കം. ഇയാളല്ല, മറ്റേ ആൾ. സോ ഞങ്ങളിപ്പോൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ബൈ. ഗുഡ് നൈറ്റ്.